everyone, once again welcome back to my YouTube channel. So ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അമ്മയുടെ കൈകളൊക്കെ ഒന്ന് മാനിക്യൂർ ചെയ്ത് കൊടുക്കാൻ പോകുന്നതാണ് കേട്ടോ. അമ്മയുടെ കൈ കൊണ്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് റിങ്കിൾസ് ഒക്കെ ആയിട്ട് ഭയങ്കര റഫ് ആയിട്ടിരിക്കുന്ന കൈയല്ലേ. അപ്പൊ നമുക്ക് ഇതൊന്ന് മാനിക്യൂർ ഒക്കെ ചെയ്ത് ഒന്ന് അടിപൊളിയാക്കി കൊടുത്താലോ എന്നാൽ നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലോട്ട് പോയിട്ട് വരാം. സോ ലെറ്റ്സ് ഗെറ്റ് ദി വീഡിയോ. ഫസ്റ്റ് സ്റ്റെപ്പ് നെയിൽ ക്ലീനിങ് ആണ് കേട്ടോ. അപ്പൊ നെയിൽ പോളിഷ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ പണി ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും അഴുക്കുള്ളതുകൊണ്ട് തന്നെ ഞാൻ കോട്ടൺ ബോൾസ് എടുത്തിട്ട് സ്പിരിറ്റിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് നെയിൽസ് ഒന്ന് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് അഴുക്കുണ്ട്, അപ്പൊ അതൊക്കെ ഒന്ന് റിമൂവ് ആയി കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാല്. അപ്പൊ എല്ലാ നഖങ്ങളും ഇതേപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് എക്സ്ഫോളിയേഷൻ ആണ് കേട്ടോ. അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ ഇളം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ഡ്രോപ്സ് ഷാമ്പു ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 2 ഡ്രോപ്സ് ലെമണിന്റെ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കൈകൾ ഒന്ന് മുക്കി വെക്കാം കേട്ടോ. ഒരു 3 to 5 മിനിറ്റ് എങ്കിലും ഒന്ന് കൈകളൊന്ന് മുക്കി വെക്കണം കേട്ടോ. എന്നിട്ട് ഇതേപോലത്തെ ഒരു ബ്രഷ് എടുത്തിട്ട് നെയിൽസും ക്യൂട്ടിക്കിൾസ് ഒക്കെ ഒന്ന് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ നെയിൽസിനും ക്യൂട്ടിക്കിൾസിനും ഇടയിൽ ഉണ്ടാവുന്ന അഴുക്കും പിന്നെ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ നന്നായിട്ട് തന്നെ ഈ സമയത്ത് റിമൂവ് ആക്കി കിട്ടും. നെയിൽസ് മാത്രമല്ല കേട്ടോ, നമ്മളുടെ കൈകളും പതുക്കെ ഇതേപോലെ ബ്രഷ് വെച്ച് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതും നമ്മളുടെ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ നന്നായിട്ട് തന്നെ ഈ സമയത്ത് റിമൂവ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമ്മളുടെ സ്കിൻ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവാനായിട്ട് സഹായിക്കും കേട്ടോ. അപ്പൊ ഇതേപോലെ പതുക്കെ പതുക്കെ ചെയ്യണം കേട്ടോ. ഭയങ്കര റഫായിട്ട് ഭയങ്കര ഹാർഡായിട്ടൊന്നും ചെയ്യരുത്, പതുക്കെ ചെയ്യുക. അതിനുശേഷം ഒന്നും കൂടി ഒന്ന് 5 മിനിറ്റ് ഒന്ന് കൈ ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കാം കേട്ടോ. ശേഷം കൈകൾ ഒന്ന് ഒരു ടവൽ വെച്ച് ഒന്ന് പാറ്ററൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നെയിൽസും ക്യൂട്ടിക്കൽസും ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കലാണ് കേട്ടോ. അപ്പൊ അമ്മ ഓൾറെഡി നെയിൽസ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് വലിയ കട്ടിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ചില നെയിൽസ് ഒക്കെ വളർന്നിട്ടുണ്ടായിരുന്നു, അപ്പൊ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ഷേപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്യൂട്ടിക്കൽസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് അതൊക്കെ റിമൂവ് ആക്കി കൊടുത്തിട്ടുണ്ട്. സത്യത്തിൽ അമ്മ എന്തെങ്കിലും വളരാനായിട്ട് അനുവദിക്കാറില്ല കേട്ടോ. വീക്ക്ലി അങ്ങനെ കട്ട് ചെയ്ത് കളയും. അപ്പൊ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് പോകുന്നതെന്ന് പറഞ്ഞാൽ സ്ക്രബിങ് ആണ് കേട്ടോ. സ്ക്രബിങ്ങിനായിട്ട് ഞാൻ കുറച്ച് സാൾട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കൊക്കനട്ട് ഓയിലാണ് കേട്ടോ, വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഉപ്പിന് പകരം നമുക്ക് ഷുഗർ എടുക്കാം കേട്ടോ, പഞ്ചസാര എടുക്കാവുന്നതാണ്. പക്ഷെ എനിക്ക് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് തോന്നിയത് ഈ ഉപ്പാണ് കേട്ടോ. ഉപ്പ് എടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു സ്ക്രബിങ്, കുറച്ചും കൂടി റിസൾട്ട് കിട്ടണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് നമ്മുടെ കൈകളിൽ അപ്ലൈ ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 1 to 2 മിനിറ്റ്സ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നന്നായിട്ട് സ്ക്രബ് ചെയ്യണോട്ടോ. പിന്നെ പതുക്കെ സ്ക്രബ് ചെയ്യണോട്ടോ. ഞാനിപ്പോ വീഡിയോ ഇത്തിരി ഫാസ്റ്റ് ആക്കി ഇട്ടേക്കണേണ്. അപ്പൊ 2 കൈകളും സ്ക്രബ് ചെയ്യണോട്ടോ. ഞാനിപ്പോ വീഡിയോയിൽ ഒരു കൈ മാത്രം കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പാക്ക് ആണ് കേട്ടോ. ഇപ്പൊ അമ്മയുടെ കൈകളിലെ ഡേർട്ടും ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ നന്നായിട്ട് തന്നെ റിമൂവ് ആയിട്ടുണ്ട്. ഇനി കൈകളൊന്ന് ബ്രൈറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാക്ക് ഇടുന്നത്. നോർമലി ഞാൻ യൂസ് ചെയ്യുമ്പോൾ കോഫി പൗഡറിന്റെ പാക്കാണ് കേട്ടോ ഇടാറുള്ളത്. പക്ഷെ ഇപ്പൊ കോഫി പൗഡർ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു പാക്ക് ഇടുന്നത്. അപ്പൊ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കടലമാവ് പൊടി, പിന്നെ ലെമൺ ജ്യൂസ്, പിന്നെ ചെറുപയർ പൊടി കേട്ടോ. അപ്പൊ അതിന്റെ മെഷറൊക്കെ ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കാം കേട്ടോ. അപ്പൊ അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള പാക്കാണ് ഇത് കേട്ടോ. അപ്പൊ ഇത് കൈകളിൽ എല്ലായിടത്തും നന്നായിട്ട് തന്നെ നല്ല തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ഔട്ട് ചെയ്യാം കേട്ടോ. വാഷ് ഔട്ട് ചെയ്തിട്ട് ഒന്ന് പാറ്ററൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതാ റിസൾട്ട് കണ്ടല്ലോ, നന്നായിട്ട് തന്നെ ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്താണ് കേട്ടോ. ഇപ്പൊ നമ്മൾ ഏത് മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്യുന്നത് ആ ഒരു മോയ്സ്ചറൈസർ ഒന്ന് കൈകളിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ. ഇനി മോയ്സ്ചറൈസർ ഇല്ലെങ്കിൽ ആലോവേര ജെല്ലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ആൽമണ്ട് ഓയിലോ ഒലിവ് ഓയിലോ എന്താണെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കട്ടോ. നെയിൽസ് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഈ ഒരു സമയത്ത് നെയിൽസും ക്യൂട്ടിക്കൽസും ഒന്ന് ഒരു ജെന്റിൽ മസാജ് കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യലാണ് കേട്ടോ. നെയിൽ പോളിഷ് ഇടാൻ ഇഷ്ടമല്ലാത്തവർക്ക് നെയിൽ പോളിഷ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഞാൻ അമ്മയ്ക്ക് ഒരു ലൈറ്റ് പിങ്ക് കളറാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അത് അമ്മയുടെ കൈകൾ ഒന്നും കൂടി ഒന്ന് ബ്രൈറ്റ് ആയിട്ട് കാണിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഡസ്കി സ്കിൻ ടോൺ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇതേപോലത്തെ ലൈറ്റ് ഷെയ്ഡ് ചൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. പിന്നെ നിങ്ങൾ എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തവരാണെങ്കിൽ അതുകൂടി ഒന്ന് ഫോളോ ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ഇനി നമുക്ക് അമ്മയുടെ കൈയിന്റെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പൊ ഇതാണ് കേട്ടോ അമ്മയുടെ കൈയിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എന്റെ അമ്മോ, എന്തൊരു ചേഞ്ച് ആണല്ലേ. അപ്പൊ ഇതേപോലെ മാനിക്യൂറൊക്കെ വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സോ അപ്പൊ ഈ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ല ഹെൽപ്ഫുൾ വീഡിയോസ് ആയിട്ട് ഞാൻ വേഗം വരാട്ടാ. അതുവരേക്കും ബൈ.